ഈ പ്രാവശ്യത്തെ കാർത്തികയ്ക്ക് എന്നെ സഹായിക്കാൻ നമ്മുടെ പിള്ളേർ സെറ്റും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ജോലിക്ക് പോയിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാർത്തിക വലിയ രീതിക്ക് ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ചെറിയ രീതിക്ക് കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ വേവിച്ചൊന്ന് ആഘോഷിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് തുടയ്ക്കാൻ വേണ്ടി തുണി എടുത്തുകൊണ്ട് പോയി ചേട്ടാ ഫ്രണ്ടൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി തരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനൊന്ന് കിഴങ്ങൊക്കെ വേവിക്കാനായിട്ട് അരിഞ്ഞു പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിള്ളേരെ കൂടെ കൂടിയിട്ട് പിന്നെ വിളക്കൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇടിഞ്ഞിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം രാത്രിയായിട്ടോ പണികളൊക്കെ തീർന്നപ്പോൾ. പിന്നെ നമ്മുടെ നന്ദുവും കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, നമ്മുടെ നന്ദുവിന് ആർമിയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 9-ാം തീയതി നന്ദു പോവാണ് കേട്ടോ. ഊട്ടിയിലാണ് നന്ദുവിന് ഫസ്റ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നന്ദു പോണതിന് മുമ്പുള്ള കാർത്തികേയൻ്റെ അവനും കൂടെ നമ്മളെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളക്കൊക്കെ അടുക്കി കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്രണ്ടിൽ പടുക്കയൊക്കെ ഇട്ട് കോലമൊക്കെ വരച്ച് ആണ് വിളക്കൊക്കെ കത്തിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം അതിനൊന്നും നടന്നിട്ടില്ല കേട്ടോ. സമയമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ വിളക്കുകൾ മാത്രം കത്തിച്ച് വെച്ചിരുന്നെങ്കിലും ഒത്തിരി ഇടിഞ്ഞിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വിളക്കൊക്കെ കത്തിച്ച് വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ ഈ കാർത്തികയാകുമ്പോൾ വീടുകളിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ചിരിക്കണം കാണാനായിട്ട് നല്ലൊരു പ്രത്യേക ഐശ്വര്യവും ഭംഗിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്, പറയാതിരിക്കാനായിട്ട് വയ്യ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാർത്തികയ്ക്ക് വിളക്കൊക്കെ കത്തിച്ചോ? പിന്നെ നമ്മുടെ തിരളിയപ്പവും അതുപോലെ തന്നെ കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ അവിച്ചോ? എങ്ങനെയുണ്ട്? എല്ലാവരും എല്ലാം ചെയ്ത് കാണുമായിരിക്കും അല്ലേ. അപ്പോൾ എന്താ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ കാർത്തിക വിശേഷങ്ങൾ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ ചേമ്പൊക്കെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു ചമ്മന്തിയും കൂടെ അരച്ചിട്ട് എല്ലാവരും കൂടെ ചേർത്തിരുന്ന് അതങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ കാർത്തികയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.